ഒരു പരിധി വരെ ഇപ്പൊ നേരത്തെ ചോദിച്ചതിനൊരു എനിക്ക് എൻ്റെ ഒരു ചെറിയ അനുഭവത്തിൽ തോന്നിയിട്ടുള്ളത് ഒരു പരിധി വരെ എല്ലാ മനുഷ്യരിലും നമുക്കൊക്കെ നമ്മൾ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ അസ്വസ്ഥനാവുന്നത് ക്ഷീണിച്ചു പോയി എന്ന് പറയുന്നു, അല്ലെങ്കിൽ മുഖം വല്ലാതിരിക്കുന്നു, എന്ത് പറ്റി എന്നൊക്കെ പറയുന്ന അവസ്ഥയിൽ നമ്മുടെ മനസ്സിൻ്റെ തന്നെയാണ്. കാരണം വെച്ചാൽ നമ്മൾ ഏത് ജോബാണ് അല്ലെങ്കിൽ നമ്മൾ ഏത് പൊസിഷനിലാണ് എന്ത് പ്രൊഫഷനാണെന്നുള്ളതല്ല, നമ്മുടെ മനസ്സ് കറക്റ്റ് അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് സമാധാനം എന്നാണല്ലോ നമ്മളതിൽ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്പാദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമാധാനം എന്ന് പറയുള്ളൂ. കാരണം എൻ്റെ അനുഭവത്തിൽ, കാരണം അതില്ലെങ്കിൽ വേറെ ഒന്നും നമ്മൾ നേടിയിട്ട് കാര്യമില്ല. നമുക്കിവിടെ ജീവിക്കണ്ടേ സന്തോഷമായിട്ട്. സന്തോഷം എപ്പോഴും ഉണ്ടാവണമെന്നല്ല, നമ്മൾ ഓരോ ദിവസം നാളെ എന്താണ് അടുത്ത നിമിഷം എന്താണെന്ന് നമുക്കറിയില്ല. നമ്മുടെ ലൈഫിൽ എന്താണ് സംഭവിക്കുന്നത്, നമ്മൾ എന്താണ് കാണാൻ പോകുന്നത്, എവിടെയാണ് നമ്മളൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇതില്ലാത്ത ഒരവസ്ഥ അത് വളരെ ദയനീയമായെന്ന് വിശ്വസിക്കുന്നു. കാരണം നമുക്ക് ഇപ്പം ഇന്ന് വരെ, നാളത്തെ അറിയില്ല, ഇന്ന് വരെ സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ അതേ പറയുന്നുള്ളൂ അതിന് ആൻസർ. ആ സമാധാനമാണല്ലോ നമുക്ക് വേണ്ടത് ഏറ്റവും കൂടുതൽ. അപ്പോ ഞാൻ രഹനത്തടുത്ത് ഇക്കടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സ്, എല്ലാ ക്യാരക്ടേഴ്സിന്റെയും കുറിച്ചിട്ട് ഇതേപോലെ വിളിച്ച് ചോദിക്കാറൊക്കെ ഉണ്ടല്ലോ. അപ്പം ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് ക്യാരക്ടേഴ്സ് ഏതാന്ന് ചോദിച്ചാൽ ഇത് ഏതാന്ന് പറയും? അങ്ങനെ ചോദിച്ചിപ്പോ ഭയങ്കര ഒരുപാട് നല്ല ക്യാരക്ടറുകളൊന്നും കിട്ടിയിട്ടുള്ള ആളല്ല. പക്ഷെ നവാസ്ക്ക് ഒരുപാട് കഴിവുണ്ട്, പക്ഷെ അതിനൊത്ത് ക്യാരക്ടറുകളൊന്നും കിട്ടിയിട്ടില്ല. ഇപ്പൊ ഈ അടുത്താണ് കുറച്ചെങ്കിലും അങ്ങനെ കിട്ടി തുടങ്ങിയത്. അതിലെനിക്ക് വനിത എന്ന് പറഞ്ഞ മൂവിയില് ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നവാസ്ക്ക് ഭയങ്കര നാച്ചുറൽ പെർഫോമൻസ് ഉള്ള ഒരാളാണ്. പക്ഷെ എപ്പോഴും ഇങ്ങനെ കോമഡി അങ്ങനെയൊക്കെയാ ചെയ്യുക. പക്ഷെ ആള് സീരിയസ്ലി വീട്ടിൽ അങ്ങനെയല്ല. അപ്പൊ കുട്ടികൾ തന്നെ പറയും ഇതെന്തെങ്കിലും അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പോലും പറ്റില്ല നവാസ്ക കോമഡി ചെയ്യണ. കാര്യം അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ നവാസ്കയുടെ ക്യാരക്ടർ ഇപ്പോഴാണ് കുറെ കൂടി കിട്ടി തുടങ്ങിയത്. എനിക്ക് വനിത ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഹ്യൂമറൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു സ്പീഡിന് ഡയലോഗ് പറയുന്ന ഒരു സംഭവമുണ്ട്, കരടി എന്ന് പറയുന്നത്. അതില് ഭയങ്കര, അത് ഞാൻ ഇടയ്ക്ക് ചോദിക്കുന്നത് എങ്ങനെ ഇങ്ങനെ എന്തെന്ന്. അപ്പൊ ഞാൻ അടുത്ത് പറഞ്ഞു ഇത് എന്താണ്, ഇത് ഇങ്ങനെ നോൺ സ്റ്റോപ്പ് ആയിട്ട് ഇങ്ങനെ പോവാണ്. അപ്പൊ അതൊരു കട്ട് പോലും ഇല്ല അവിടെ. ഇത്രയും സ്പീഡിന് എങ്ങനെയാണ് സംഭവം ഇതേപോലെ സ്റ്റാറ്റസുകളായിട്ട്